തിരകളിൽ സ്ത്രീകൾക്ക് നേരെ കൈ ഉയർത്തുന്നത് ഹീറോയിസമാണോ അതോ ഗുണ്ടായിസമാണോ? ഭാര്യയെ ഭയപ്പെടുത്തി നിശബ്ദരാക്കുന്നതാണ് പുരുഷത്വമെന്ന് കരുതിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ കാലം മാറി, ചിന്തകളും കാഴ്ചപ്പാടുകളും മാറി. പെണ്ണിനെതിരെ കൈ ഉയർത്തിയാൽ ചോദ്യം ചെയ്യുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകാം. ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വാക്കുതർക്കങ്ങളും സ്വാഭാവികമാണ്. പക്ഷെ ഒരു പ്രശ്നത്തിനും പരിഹാരം കയ്യേറ്റമല്ല. ഒരു നിമിഷത്തെ വികാര പ്രകടനം നിരവധി കുടുംബങ്ങളെ തകർത്തിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. മലപ്പുറം തിരൂരിൽ ഭാര്യയുടെ സഹോദരിയെ ക്രൂരമായി തല്ലിച്ചതച്ച ഒരു യുവാവ് വീട്ടിൽ കാട്ടിക്കൂട്ടിയ കാഴ്ചകൾ ഭീതിപ്പെടുത്തുന്നതാണ്. അയാളുടെ അവിഹിത ബന്ധം ചോദ്യം ചെയ്തതിനായിരുന്നു യുവതിക്ക് നേരെയുള്ള പരാക്രമം. ഇതോടൊപ്പം കൊല്ലത്ത് ഭാര്യയുടെ നഗ്നദൃശ്യങ്ങൾ വിൽപ്പന നടത്തിയ കേസും ആലപ്പുഴ കരുവാറ്റയിലെ കുറ്റവാളികളുടെ മനോവൈകൃതങ്ങളും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഭർത്താവിൻ്റെ വഴിവിട്ട ജീവിതവും ലഹരി ഉപയോഗവും നിരവധി സ്ത്രീകളുടെ ജീവിതം ഇരുട്ടിലാക്കുന്നുണ്ട്. ഭർത്തൃവീടുകളിൽ നിശബ്ദമായി ദുരിതമനുഭവിക്കുന്ന എത്രയോ യുവതികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഭർത്താവിൻ്റെ പീഡനവും അതിക്രമവും ആട്ടും തുപ്പുമെല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുന്നവർ. പലപ്പോഴും പ്രതികരിക്കാൻ പോലും ആരും ധൈര്യം കാണിക്കില്ല. എന്നാൽ മലപ്പുറം തിരൂരിലെ ആ യുവതിക്ക് സ്വന്തം ചേച്ചിയുടെ ജീവിതം തകർന്നത് കണ്ടു നിൽക്കാനായില്ല. സഹോദരി ഭർത്താവിൻ്റെ വഴിവിട്ട ജീവിതത്തെ അവൾ ചോദ്യം ചെയ്തു. പിന്നീട് അതിൻ്റെ പേരിൽ അവൾക്ക് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനമാണ്. കഴിഞ്ഞ ദിവസം കിടപ്പുമുറിയിൽ അതിക്രമിച്ച് കയറി സഹോദരി ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചു. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. യുവതിയുടെ പരാതിയിൽ പയ്യനങ്ങാടി സ്വദേശി ഫൈസലിനെതിരെ തിരൂർ പോലീസ് കേസെടുത്തു. മർദ്ദനത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 13 വയസ്സുള്ളൊരു പെൺകുട്ടിക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കൊലപാതകത്തിൻ്റെ ആസൂത്രണം. പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടണമെന്ന് പോലും മുൻകൂട്ടി ചിന്തിക്കുന്ന ക്രിമിനൽ ബുദ്ധി. ആലപ്പുഴ കരുവാറ്റ കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം വഴിതിരിച്ചുവിടാൻ പ്രതികൾ നടത്തിയത് കൃത്യമായ പ്ലാനിംഗ് ആണ്. പിടിയിലായാൽ സ്വന്തം പിതാവിലേക്ക് അന്വേഷണം വഴിതെറ്റിച്ചു വിടാൻ പെൺകുട്ടി ശ്രമിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു. അത്തരത്തിൽ സൂചനകൾ നൽകുന്ന മൊഴിയാണ് ആദ്യഘട്ടത്തിൽ 13-കാരി പോലീസിന് നൽകിയത്. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് അവൾ വീട്ടിൽ നടത്തിയ മോഷണ ശ്രമം ശിവൻകുട്ടി പിടികൂടിയത് പക ഇരട്ടിയാക്കിയെന്നും പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. അന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തണമെന്ന് ആൺ സുഹൃത്തിനോട് പറഞ്ഞു. മോശമായി പെരുമാറി എന്ന 13-കാരിയുടെ ആരോപണം ശാസ്ത്രീയമായി പരിശോധിക്കാൻ പോലീസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ ഉൾപ്പെടുത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നു. കൊലപാതകത്തിന്റെ തലേദിവസം പെൺകുട്ടി വീട്ടിൽ മോഷണശ്രമം നടത്തിയിരുന്നു. ഇത് ശിവൻകുട്ടി കാണുകയും വഴക്കുണ്ടാവുകയും ചെയ്തു. കുട്ടിയെ കള്ളിയെന്ന് വിളിച്ച് ഇറക്കിവിട്ടതോടെ പക വർദ്ധിച്ചു. അന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തണമെന്ന് ആൺ സുഹൃത്തിനോട് പറഞ്ഞു. ഇതോടെ മുൻകൂട്ടി തയ്യാറാക്കിയ 2 പ്ലാനുകളുമായി കൗമാര കൊലയാളി സംഘം കൊല്ലത്ത് നിന്ന് 15-ന് രാത്രിയിൽ കരുവാറ്റയിലെത്തി കൊല നടത്തി. കൊലയ്ക്ക് മറ്റൊരു കാരണമായി പെൺകുട്ടി പറയുന്നത് ശിവൻകുട്ടിയുടെ മോശം പെരുമാറ്റമാണ്. ഇതിനായി വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കാൻ കോടതിയുടെ അനുമതി തേടും. പെൺകുട്ടി പറയുന്നത് സത്യമാണോ എന്നറിയാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉൾപ്പെടുന്ന മെഡിക്കൽ ബോർഡ് കുട്ടിയിൽ നിന്നും വിവരങ്ങൾ തേടും. അതേസമയം കൊലപാതകം നടത്തിയതിനു പിന്നാലെ 13-കാരിയുടെ അച്ഛനെ കേസിൽ പ്രതിയാക്കാനും ശ്രമമുണ്ടായി. അച്ഛനും ശിവൻകുട്ടിയുമായി ശത്രുതയുണ്ടെന്ന് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. അമ്മയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം അച്ഛനുമായി ബന്ധമുണ്ടായിരുന്നില്ല. വയറ്റിൽ മുഴയുണ്ടായിരുന്നുവെന്നും അത് ചികിത്സിക്കാൻ പണം നൽകാനാണ് ഹരിപ്പാട് എത്തിയതെന്നുമായിരുന്നു പ്രതികളുടെ മൊഴി. പിടിക്കപ്പെടുമ്പോൾ കുട്ടികൾ വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നുവെങ്കിലും ഒരേ മൊഴിയാണ് എല്ലാവരും നൽകിയത്. പിടിക്കപ്പെട്ടാൽ എന്ത് പറയണമെന്ന കൃത്യമായ ആസൂത്രണം ഇവർക്കുണ്ടായിരുന്നുവെന്ന സൂചന ഇത് നൽകുന്നു. എന്നാൽ ശാസ്ത്രീയ തെളിവുകൾ നിരത്തിയാണ് പോലീസ് മൊഴി പൊളിച്ചത്. 4 പേരുടെയും കസ്റ്റഡി ആവശ്യപ്പെട്ട ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ പോലീസ് അപേക്ഷ നൽകി. അപേക്ഷ ശനിയാഴ്ച പരിഗണിക്കും. ശിവൻകുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ കരുവാറ്റയിൽ നടന്നു.
ന്യൂസ് 18 ആലപ്പുഴ. ഈ നാട്ടിലെ നിയമത്തെക്കുറിച്ചും നിയമ സംവിധാനങ്ങളെക്കുറിച്ചും ഏറ്റവും നന്നായി അറിയാവുന്നവരാണ് പോലീസുകാർ. സർവീസിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് സമൂഹത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നാൽ കാക്കിയിട്ട കാലത്തേക്കാൾ കാടന്മാരായി ജീവിക്കുന്ന ചില പോലീസുകാരെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. പാലക്കാട് കല്ലേക്കാട് കോളേജ് വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയത് ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. കല്ലേക്കാട് സ്വദേശിയായ ലക്ഷ്മണൻ പെൺകുട്ടി കോളേജിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴി മോശമായി സംസാരിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി. വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ ലക്ഷ്മണനെതിരെ പോലീസ് കേസെടുത്തു. ഇക്കഴിഞ്ഞ 6-ാം തീയതി വൈകുന്നേരമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കോളേജ് കഴിഞ്ഞ് ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയോട് കല്ലേക്കാട് പോലീസ് ക്യാമ്പിന് സമീപമുള്ള ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്ന ലക്ഷ്മണൻ എന്ന മുൻ പോലീസുകാരൻ വളരെ മോശമായ രീതിയിലും അപകീർത്തികരമായ ആംഗ്യങ്ങളോടും കൂടി സംസാരിക്കുകയായിരുന്നു. ഭയന്നുപോയ പെൺകുട്ടി ഉടൻ തന്നെ ഓടി സ്വന്തം വീട്ടിൽ കയറി. വിവരമറിഞ്ഞ് നാട്ടുകാർ സംഘടിക്കുകയും പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് പെൺകുട്ടിയും വീട്ടുകാരും പോലീസിന് മൊഴി നൽകുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പോലീസ് എത്തി പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിനെ തുടർന്ന് ഇയാൾ പെൺകുട്ടിയെ കാത്തു നിൽക്കുന്നതും അടുത്തു ചെല്ലുന്നതും സംസാരിക്കുന്നതുമൊക്കെയുള്ള ദൃശ്യങ്ങൾ ലഭിച്ചു. പരാതിക്ക് പിന്നാലെ പ്രതി ലക്ഷ്മണൻ ഒളിവിൽ പോയിരിക്കുകയാണ്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പ്രതിയെ പിടികൂടാനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ്. പാലക്കാട് നോർത്ത് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് 18 പാലക്കാട്. നമ്മളിൽ പലരും രാത്രിയിൽ യാത്ര ചെയ്യുന്നവരാണല്ലേ. ജോലിക്കും മറ്റു പല ആവശ്യങ്ങൾക്കുമായി തനിച്ച് പുറത്തു പോകാറുണ്ട്. എന്നാൽ ഇവിടെ ഭയം കൂടാതെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നു. ഇരുട്ടിൻ്റെ മറവിലുള്ള ആക്രമണം പലരെയും ഭയപ്പെടുത്തുന്നുണ്ട്. പത്തനംതിട്ട കടമനിട്ടയിൽ കഴിഞ്ഞ രാത്രിയിലാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. കടമനിട്ട സ്വദേശി ജിനുവിനെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോഴാണ് 5-അംഗ സംഘം വടിവാൾ കൊണ്ട് വെട്ടി വീഴ്ത്തിയത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന യുവാവിനെ ആരാണ് പിന്തുടർന്ന് ആക്രമിച്ചത്? പിന്നിൽ കൊട്ടേഷൻ സംഘമാണോ? ആക്രമണത്തിന് പിന്നിലെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. ജിനുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇന്നലെ രാത്രിയാണ് അന്ത്യാളംകാവിൽ വെച്ച് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന ജിനുവിനെ കാറിലെത്തിയ 5-അംഗ സംഘം വെട്ടി പരിക്കേൽപ്പിച്ചത്. സ്കൂട്ടറിനെ പിന്തുടർന്നായിരുന്നു ആക്രമണം. സ്കൂട്ടറിൽ നിന്നും താഴെ വീണ ജിനുവിൻ്റെ കൈയും കാലും വെട്ടി പരിക്കേൽപ്പിച്ചു. സംഭവത്തിന് ശേഷം പ്രതികൾ കാറിൽ രക്ഷപ്പെട്ടു. കരാർ പണികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ജോലിയാണ് ജിനു ചെയ്യുന്നത്. ഇന്നലെയും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. കൊട്ടേഷൻ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ജിനുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. എന്താണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല. ഗുരുതരമായി പരിക്കേറ്റ ജിനു കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 പത്തനംതിട്ട. വധശ്രമം മുതൽ സ്വർണ്ണ കവർച്ച വരെ നിരവധി കേസുകൾ. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും പോലീസ് സേനകളുടെ നോട്ടപ്പുള്ളി. കുപ്രസിദ്ധ ഗുണ്ട മരട് അനീഷ് എന്ന പേര് കേട്ടാൽ കൊച്ചി വിറച്ചിരുന്നൊരു കാലമുണ്ട്. അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതോടെ ഏതു നിമിഷവും ഗുണ്ട ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും ഉണ്ടായിരുന്നു. ഒടുവിൽ തുടർച്ചയായുള്ള കുറ്റകൃത്യത്തിൻ്റെ പേരിൽ അനീഷിനെ കാപ്പ ചുമത്തി പോലീസ് ജയിലിലടച്ചു. നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്ത ഗുണ്ടാ നേതാവിനെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിരവധി കേസുകളിൽ അനീഷിനെതിരെ അറസ്റ്റ് വാറന്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം സ്പായിലെത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ അനീഷിനെതിരെ കേസെടുത്തിരുന്നു. സംഭവത്തിന് ശേഷം മൈസൂരിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് അനീഷ് പിടിയിലായത്. കേരളത്തിൽ മാത്രം 50-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മരട് അനീഷ്. തമിഴ്നാട്ടിലും സ്വർണ്ണക്കവർച്ച അടക്കമുള്ള കേസുകളുണ്ട്. കർണാടകയിൽ അനീഷിനെതിരെ 5-ഉം തമിഴ്നാട്ടിൽ 3-ഉം കേസുകളുണ്ട്.
കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്ന 5 കേസുകളിൽ 4 വധശ്രമ കേസുകളാണ്. കഴിഞ്ഞ വർഷം വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയവേ അനീഷിനെ വധിക്കാൻ ശ്രമം നടത്തിയിരുന്നു. ഇതിൽ അമ്പായത്തോട് അഷ്റഫ്, ഹുസൈൻ കൊച്ചി എന്നിവർ പോലീസിന്റെ പിടിയിലായി. അനീഷ് നടത്തിയ കൊട്ടേഷനുമായി ബന്ധപ്പെട്ട കുടിപ്പകയുടെ ഭാഗമായാണ് ഈ വധശ്രമമെന്നാണ് പോലീസ് പറയുന്നത്. നെടുമ്പാശ്ശേരി പോലീസാണ് മരടനീഷിനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കാപ്പ ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ന്യൂസ് 18 കൊച്ചി. ലൈംഗിക വൈകൃതമുള്ള പങ്കാളിക്കൊപ്പമുള്ള ജീവിതം സ്ത്രീകളെ സംബന്ധിച്ച് നരകതുല്യമാണ്. സ്നേഹവും കരുതലും ലഭിക്കേണ്ട വീടുകൾക്കുള്ളിൽ ഭീതിയോടെ കഴിയേണ്ടി വരുന്ന സാഹചര്യം, ഭർത്താവിൽ നിന്നുള്ള ചൂഷണങ്ങൾ, സ്വന്തം പെൺകുഞ്ഞിനെ പോലും വീട്ടിൽ സുരക്ഷയില്ലാത്ത അവസ്ഥ. കൊല്ലത്ത് ഭാര്യയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അശ്ലീല വെബ്സൈറ്റുകൾക്ക് വിറ്റുവെന്ന ആരോപണത്തിന് പിന്നാലെയാണ് മകളുടെ ദൃശ്യങ്ങൾ പകർത്തിയെന്ന പരാതിയും ഉയർന്നു വന്നത്. എന്നാൽ ആ പരാതിയിൽ എന്തുകൊണ്ടാണ് പ്രതിക്കെതിരെ പോലീസ് പോക്സോ വകുപ്പ് ചുമത്താത്തത്? ഇതോടെ സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരിയുടെ തീരുമാനം. അതിനിടെ 4 വയസ്സുകാരിയായ മകൾക്ക് കൗൺസിലിംഗ് നൽകാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. സംഭവത്തിൽ 4 വയസ്സുകാരി മകളുടെ അടക്കം ദൃശ്യങ്ങൾ പകർത്തിയതിൽ കൗൺസിലിംഗ് നൽകിയ ശേഷം കുട്ടിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത്. കേസിൽ പ്രതിക്കെതിരെ പോക്സോ കേസ് ചുമത്തണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരി സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിച്ചിരുന്നു. 4 വയസ്സുകാരി മകൾക്ക് മുന്നിൽ ലൈംഗിക വൈകൃതം കാണിച്ചെന്ന് അമ്മ മൊഴി നൽകിയിട്ടും പോലീസ് പോക്സോ ചുമത്തിയിരുന്നില്ല. കേസിൽ പോക്സോ ചുമത്താത്തതിൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് നീങ്ങാനാണ് പരാതിക്കാരിയുടെ തീരുമാനം. ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പറയുന്നു. അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയിലോട്ട് ഇത് മൂവ് ചെയ്യണമെന്ന്. അവൻ ഇത്രയും ചെയ്തിട്ട് എന്തുകൊണ്ട് പോസ്കോ അവർ ഫയൽ ചെയ്യുന്നില്ല? എല്ലാ എവിഡൻസും ഞാൻ കാണിച്ചു കൊടുത്തത്. അവനായിട്ട് എടുത്തു വെച്ചതാണ് ഇതെല്ലാം. അവൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി അവൻ ഫോൺ എടുത്ത് വീഡിയോ എടുത്ത് അത് ചെയ്യും. അവൻ ആദ്യമേ പ്രൂഫ് കാണിക്കുമ്പോൾ അവൻ ചെയ്തിട്ടില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അവൻ പ്രൂഫ് ഇല്ലെങ്കിൽ നമ്മളെ അടിക്കും, മീൻസ് നമ്മളെ ദേഹോപദ്രവം ചെയ്യും. നീ ഇത് ആർക്കാന്ന് വെച്ചാൽ കൊണ്ട് കാണീര്, അവരെങ്ങനെ പ്രൂവ് ചെയ്യാനാണ്, എനിക്ക് പേടിയാവുമോ, ഇതൊക്കെ അവൻ ചോദിക്കുന്നത്. എന്നുവെച്ചാൽ ഞാനത് മൂവ് ചെയ്യില്ല എന്ന് അവനറിയാം. കാരണം നാണക്കേടാണല്ലോ, കൊച്ചിനും ഇത് പ്രശ്നം വരും, എനിക്കും ഇത്. എന്നിട്ടും വീണ്ടും കാണിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിലിത് അറിയിച്ചത്. ഇവൻ എന്തിനാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാനാണോ എന്ന് അറിയില്ല. സെൻഡ് ചെയ്ത് കൊടുക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത്? അത് എൻ്റെ ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, ഇതപ്പോൾ നീ സെൻഡ് ചെയ്ത് കൊടുത്തോ, അല്ല നീ എന്തിനാ ഈ വീഡിയോ എടുക്കുന്നത്? കാരണം എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അവൻ വീട്ടിൽ ഉപദ്രവമാണ്, കസേര എടുത്തെറിയും, ഓരോ പ്രശ്നങ്ങൾ അവൻ തന്നെ ഉണ്ടാക്കും. അന്വേഷണം ഊർജിതമാക്കാൻ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കിടപ്പുമുറിയിൽ നിന്നുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ഭർത്താവ് അശ്ലീല വെബ്സൈറ്റുകൾക്ക് വിറ്റെന്ന പരാതിയിൽ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രതി സ്വന്തം അമ്മയുടെയും മറ്റു ചില സ്ത്രീകളുടെയും നഗ്നദൃശ്യങ്ങൾ പകർത്തി ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് യുവതി പറയുന്നു. പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിയുടെ കൗൺസിലിംഗ് കഴിഞ്ഞ ശേഷം മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിട്ട് മാത്രമേ പോക്സോ കേസ് പരിഗണിക്കൂ എന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഭിന്നശേഷിക്കാരനായ യുവാവിന് ആ ദിവസം ഇപ്പോഴും ഭീതിപ്പെടുത്തുന്ന ഓർമ്മയാണ്. രാത്രിയിൽ പലപ്പോഴും ഞെട്ടി ഉണരുന്നു. കണ്ണടച്ചാൽ അക്രമികളുടെ മുഖമാണ് മുന്നിൽ വരുന്നത്. ഒരു സാധുവായ ചെറുപ്പക്കാരനെ അവർ എന്തിനാകും തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്? 21കാരനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത കേസിൽ 3 പേർ പോലീസിന്റെ പിടിയിലായി. നെയ്യാറ്റിൻകര സ്വദേശികളായ റംസി, ജിത്തു, അരുൺജിത്ത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ഒളിവിലുള്ള മുഖ്യപ്രതിക്ക് വേണ്ടി അന്വേഷണം തുടരുകയാണ്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു കേസിനാസ്പദമായ സംഭവം. വീടിന് സമീപത്തെ സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയ 21കാരനെ ഒരു സംഘം അവടാക്കുഴിയിലെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിക്കുകയായിരുന്നു. തുടർന്ന് കെട്ടിയിട്ട് മർദ്ദിക്കുകയും തലമുടിയും മീശയും വെട്ടുകയും ചെയ്തു. പീഡനത്തിനിരയായ 21കാരൻ്റെയും കുടുംബത്തിൻ്റെയും പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് പുലർച്ചെയോടെ പ്രതികളെ പിടികൂടി.
കേസിലെ 4 പ്രതികളിൽ പ്രധാനി നിരവധി കേസുകളിൽ ഉൾപ്പെട്ടയാളാണ്. ഒളിവിൽ കഴിയുന്ന ഇയാൾക്കായി തെരച്ചിൽ ശക്തമാക്കിയെന്ന് നെയ്യാറ്റിൻകര പോലീസ് അറിയിച്ചു. മർദ്ദനമേറ്റ യുവാവിന് മുന്നിൽ പ്രതികളെ എത്തിച്ച് തിരിച്ചറിയൽ നടത്തും. തുടർന്നായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ. പിന്നീട് പ്രതികളെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും. ക്രൂരമർദ്ദനത്തിനിരയായ 21-കാരൻ ശരീരമാസകലം പരിക്കുകളോടെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസ്. ലഹരി കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായതിന് പിന്നാലെ ആരോപണങ്ങളുടെ മുന നീണ്ടത് ഭരണകക്ഷിയിലേക്കാണ്. മുഖ്യമന്ത്രിക്ക് നേരെ പോലും ചോദ്യങ്ങൾ ഉയർന്നു. കാസർഗോഡ് കാടിക്കടവിലെ MDMA കേസ് പ്രതികളും VD സതീശനും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ? പോലീസ് തങ്ങളെ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന ആരോപണമുന്നയിച്ച പ്രതികൾ മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മൗനം അവലംബിക്കുകയാണ്. അതിനിടെ പ്രതികളെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതികളായ കാസർഗോഡ് MDMA കേസിൽ 3 പ്രതികളെയും കോടതി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പെരുമ്പാവൂർ സ്വദേശികളായ KH മുഹമ്മദ് ഹുസൈൻ, PA അബ്ദുൽ സലാം, PA അബ്ബാസ് എന്നിവരെയാണ് ചന്ദേര പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. ഈ മാസം 22 വരെയാണ് കസ്റ്റഡി. പ്രതികൾക്കെതിരെ അന്താരാഷ്ട്ര ബന്ധം ഉൾപ്പെടെ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങിയത്. അതേസമയം പ്രതികൾക്ക് വേണ്ടി വക്കാലെടുത്ത അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഹാജരായില്ല. കോൺഗ്രസ് കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ഷാജിദ് കമ്മാടമാണ് പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. അഡ്വക്കേറ്റ് സാജനായിരുന്നു കേസിന്റെ വക്കാലത്തുണ്ടായിരുന്നത്. ഇതിനിടയിൽ പോലീസിനെതിരെ ആരോപണവുമായി പ്രതികൾ രംഗത്തെത്തി. പയ്യന്നൂരിലെ ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തി തങ്ങളെ പെടുത്തിയതാണെന്ന് പ്രതി അബ്ദുൽ സലാം ആരോപിച്ചു. കേസുമായി ബന്ധമില്ല, സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളെ കാണുമെന്നും പ്രതികൾ. റോയൽ ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തി പിടിച്ചിട്ടാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ടോ? തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പ്രതി മുഹമ്മദ് ഹുസൈൻ പറഞ്ഞു. മയക്കുമരുന്ന് കേസിൽ 11ാം ദിവസമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ലഹരിക്കെതിരെ ശബ്ദിച്ച വിദ്യാർത്ഥിയെ നിശബ്ദനാക്കാൻ സഹപാഠികൾ നടത്തിയ ക്രൂരമായ ആക്രമണം. ഇടുക്കി തൊടുപുഴയിൽ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിന് പിന്നിൽ ലഹരി മാഫിയയിൽപ്പെട്ടവരാണോ? ലഹരി ഉപയോഗം ചോദ്യം ചെയ്താൽ പ്രതികാരം ചെയ്യുന്നതാണോ പുതിയ റാഗിംഗ്? ഹോസ്റ്റലുകളിൽ വിദ്യാർത്ഥികൾക്ക് എന്ത് സുരക്ഷയാണുള്ളത്? കേസിൽ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുന്നതും പരിഗണനയിലുണ്ട്. നിലവിൽ റാഗിംഗ് നിരോധന നിയമപ്രകാരമാണ് സഹപാഠികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് സർവീസിംഗ് കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ആക്രമണത്തിനിരയായത്. പ്രദേശത്തെ ഒരു വാടക വീട്ടിലാണ് വിദ്യാർത്ഥികൾ ഒരുമിച്ച് താമസിച്ചിരുന്നത്. ഇവിടെ താമസിക്കുന്ന ചില വിദ്യാർത്ഥികൾ മുറികളിൽ സ്ഥിരമായി കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അണക്കര സ്വദേശിയായ വിദ്യാർത്ഥി കാണുകയും ഇക്കാര്യം മറ്റ് സുഹൃത്തുക്കളെയും സ്ഥാപനത്തിലെ അധ്യാപകരെയും അറിയിക്കുകയും ചെയ്തു. വിവരം അധ്യാപകരെ അറിയിച്ചതിനുള്ള പ്രതികാരമായി പ്രതികൾ വിദ്യാർത്ഥിയുടെ മുറിയിൽ അതിക്രമിച്ചു കയറുകയായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥിയെ താഴെ വീഴ്ത്തി നെഞ്ചിലും ജനനേന്ദ്രിയത്തിലും തുടർച്ചയായി ചവിട്ടുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പരിശോധനയിൽ വലതുവൃഷ്ണത്തിന് ഗുരുതരമായിട്ടുള്ള തകരാറ് സംഭവിച്ചതായി കണ്ടെത്തി. തുടർന്ന് ഡോക്ടർമാർ ശസ്ത്രക്രിയ നടത്തി നീക്കം ചെയ്തു. സംഭവത്തിൽ ഒരു സഹപാഠിക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ പേർ മർദ്ദിച്ചുവെന്നാണ് കുട്ടിയുടെ മൊഴി. ഇവർക്കെതിരെ കൂടി കേസെടുക്കുവാനാണ് പോലീസിന്റെ നീക്കം. ന്യൂസ് 18 ഇടുക്കി. അതിശക്തമായ മാനസിക സംഘർഷങ്ങളും താങ്ങാനാവാത്ത ജീവിത പ്രതിസന്ധിയും ഒറ്റപ്പെടലുമൊക്കെ പലരെയും കടുത്ത വിഷാദ രോഗികളാക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകാറില്ല. ആത്മഹത്യ ചിന്ത പോലും മനസ്സിലേക്ക് വരാം. ഇത്തരം മാനസികാവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കരുത് കേട്ടോ.
ആരോടെങ്കിലും മനസ്സ് തുറക്കാൻ ശ്രമിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതം തന്നെ കൈവിട്ടു പോകാം. വയനാട് കൽപ്പറ്റയിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം സഹപ്രവർത്തകരെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയാർമല സ്വദേശി മഹേഷിനെ തൊഴിലാളികളുടെ വിശ്രമ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയുടെ കാരണം വ്യക്തമായിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് മഹേഷും സുഹൃത്തുക്കളും കൽപ്പറ്റ കൈനാട്ടിയിലെ ഒരു വീട്ടിൽ ജോലിക്കായി എത്തിയത്. ജോലിക്കിടെ വെള്ളം കുടിക്കാനായി തൊഴിലാളികളുടെ വിശ്രമമുറിയിലേക്ക് പോയ മഹേഷിനെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കാണാതായതിനെ തുടർന്ന് കൂടെയുണ്ടായിരുന്നവർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ. പ്രാഥമിക നിഗമനം ആത്മഹത്യയാണെന്നാണ്. ഇവിടെ വന്നപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് പുളിയർമല ഉന്നതിയിലെ മഹേഷ് എന്ന് പറയുന്ന ഒരു യുവാവ് ഇവിടെ പണിയെടുക്കാൻ വേണ്ടി വന്ന ആളാണ്. അപ്പോൾ കഴുത്ത് മുറിഞ്ഞ അവസ്ഥയിൽ കാണപ്പെട്ടിട്ടുണ്ട്, മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് അന്വേഷിച്ച ശേഷം എന്താണ് ബാക്കിയുള്ളത് നോക്കിയിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. മരണകാരണം സംബന്ധിച്ച് വിശദമായ പരിശോധനയും തുടരുകയാണെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ആത്മഹത്യയാണെങ്കിൽ അതിന്റെ കാരണവും പുറത്തു വരേണ്ടതാണ്. ന്യൂസ് 18 വയനാട്. 2015 വനംവകുപ്പിനെ പിടിച്ചുലച്ച സംഭവങ്ങളിലൊന്നാണ് ഇടമലയാർ ആനവേട്ട കസ്റ്റഡി മർദ്ദനം. ആനവേട്ട കേസിൽ പ്രതിയായിരുന്ന അജി ബ്രൈറ്റിനെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയിൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ പ്രതിക്കൂട്ടിലായതാണ്. ഒടുവിൽ IFS ദമ്പതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കോടതിയുടെ അനുമതി. IFS ഉദ്യോഗസ്ഥരായ T ഉമ, ഭർത്താവ് R കമലഹാർ, വിജയാനന്ദ് ഉൾപ്പെടെ 8 പേരെയാണ് പ്രോസിക്യൂട്ട് ചെയ്യാൻ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അനുമതി നൽകിയത്. ആനക്കൊമ്പ് കടത്ത് കേസിലെ പ്രതിയായ അജി ബ്രൈറ്റിന്റെ പരാതിയിലാണ് തിരുവനന്തപുരം CJM കോടതി വനം വകുപ്പ് ഉദ്യോഗസ്ഥരായ 8 പേരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയത്. കേസിൽ നേരത്തെ സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചിരുന്നു. അന്വേഷണം റദ്ദാക്കാൻ IFS ദമ്പതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എങ്കിലും കോടതി ഈ അപേക്ഷ തള്ളി. തിരുവനന്തപുരം വഴുതക്കാട്ടുള്ള വനംവകുപ്പ് ആസ്ഥാനത്ത് വെച്ച 2015 അജി ബ്രൈറ്റ് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായത്. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ്. 3-ാം മുറ ചോദ്യം ചെയ്യലിൽ അജിക്ക് നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റതായി ആരോപിക്കപ്പെടുന്നു. അജിയെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിന് IFS ദമ്പതികൾക്കും മറ്റ് 10 വനംവകുപ്പ് ജീവനക്കാർക്കുമെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിനെ തുടർന്ന് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഈ കസ്റ്റഡി മർദ്ദന കേസ് അന്വേഷിക്കുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പ്രതിയെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചതായി ഹൈക്കോടതിയെ അറിയിക്കുകയുമായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ. മികച്ച ജോലി, സാമ്പത്തിക സുരക്ഷ, നല്ലൊരു വീട്, അങ്ങനെ പലതും സ്വപ്നം കാണുന്നവർ. പക്ഷേ ആ ഓട്ടത്തിനിടയിൽ നമ്മൾ മറന്നുപോകുന്നൊരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാനും അവരോട് സംസാരിക്കാനും നിങ്ങൾ സമയം കണ്ടെത്താറുണ്ടോ? രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് മൊബൈൽ ഫോണൊക്കെ മാറ്റിവെച്ച് പങ്കാളിയോടും മക്കളോടും പ്രിയപ്പെട്ടവരോടുമെല്ലാം അല്പനേരം സംസാരിക്കണം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസമെന്ന് ചോദിക്കണം. ചിലപ്പോൾ സന്തോഷകരമായ കഥകളും അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും അവർക്ക് പറയാനുണ്ടാകും. അവിടെ ചേർത്ത് പിടിക്കലിൻ്റെ മനോഭാവമുണ്ടെങ്കിൽ അവർക്കതൊരു ആശ്വാസമാണെന്ന്. ഒരു നല്ല വാക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷമായിരിക്കും. ഇവിടെ ഒരു കാര്യം ഓർത്താൽ മതി. അവസാനം ജീവിതത്തിൽ നമ്മൾ സമ്പാദിച്ചതിൽ ഏറ്റവും വിലപ്പെട്ടത് പണമോ സമ്പത്തോ ആയിരിക്കില്ല. നമ്മൾ സ്നേഹിച്ച മനുഷ്യരും നമ്മളെ സ്നേഹിച്ച മനുഷ്യരുമായിരിക്കും. നേരല്ലേ? ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.